റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. റെസിസ്റ്റിവിറ്റി റോയും റിലാക്സേഷൻ ടൈം ടോയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് I is equal to an e square by m into v by l into tau എന്ന് തൊട്ട് മുന്നായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇതിൽ നിന്ന് v by iയുടെ വാല്യൂ കാണുന്നു. v by iയുടെ വാല്യൂ is equal to ml by an e square tau. v by i എന്ന് പറഞ്ഞാൽ r ആണ്. അപ്പോൾ r is equal to ml by an e square tau. ഇനി ആറിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. r is equal to റോയൽ ബൈ എ. അപ്പോൾ ആറിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? റോയൽ ബൈ എ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ റോയൽ ബൈ എ is equal to ml by an e square tau. രണ്ടിൽ നിന്നും എൽ കട്ട് ചെയ്ത് കളയാം, എയും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് റോയുടെ എക്സ്പ്രഷൻ കിട്ടി. റോ is equal to m by n e square tau. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ resistivity and relaxation time. Rho is equal to m by n e square tau. ഇനി limitations of Ohm's law നോക്കാം. First one, current may vary non-linearly with potential difference. Ohm's law പ്രകാരം നമുക്കറിയാം I proportional to V ആണ്. അപ്പോൾ I കൂടുന്നതിനനുസരിച്ച് V കൂടണം. അപ്പോൾ ഒരേപോലെ കൂടണം, പക്ഷെ അങ്ങനെ കൂടുന്നില്ല. മറിച്ച് എന്താണെന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ ആയിട്ടാണ് വേരിയേഷൻ വരുന്നത്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. വിയും ഐയും തമ്മിലുള്ള ഗ്രാഫാണ്. ഡോട്ടഡ് ലൈനാണ് നമുക്ക് വേണ്ട തിയറിറ്റിക്കൽ ഗ്രാഫ് തിയറി പ്രകാരം. പക്ഷെ നമുക്ക് ആക്ച്വലായിട്ട് കിട്ടുന്നത് കർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആണ്. അപ്പോൾ നോൺ ലീനിയർ ആയിട്ടാണ് വേരി ചെയ്യുന്നത് കറണ്ടും വോൾട്ടേജും തമ്മിൽ. രണ്ടാമത്തെ ലിമിറ്റേഷൻ നോക്കാം. വേരിയേഷൻ ഓഫ് കറണ്ട് വിത്ത് വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺ സൈൻ ഓഫ് ദി പൊട്ടൻഷ്യൽ അപ്ലൈഡ്. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള വേരിയേഷൻ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യലിൻ്റെ സൈനിനനുസരിച്ചൊരു മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു സെമി കണ്ടക്ടറുടെ VI ക്യാരക്ടറിസ്റ്റിക് ആണ്. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ്. ഇപ്പോൾ ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത് ഒരു ഗ്രാഫാണിൻ്റെ ഷേപ്പ് ഒരു രീതിയിലാണ് വരുന്നത്. റിവേഴ്സ് ബയാസ് ആവുന്ന സമയത്ത് മറ്റൊരു രീതിയിലാണ് വരുന്നത്. എന്താണ് സൂപ്പർ കണ്ടക്ടിവിറ്റി? ഫോർ മോസ്റ്റ് മെറ്റീരിയൽസ് റെസിസ്റ്റൻസ് ബിക്കം സീറോ അറ്റ് അബ്സല്യൂട്ട് സീറോ. ഒരുവിധം മെറ്റീരിയൽസിനെല്ലാം റെസിസ്റ്റൻസ് സീറോ ആവുന്നത് അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ -273 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ബട്ട് ഫോർ സർട്ടൈൻ മെറ്റീരിയൽസ് റെസിസ്റ്റൻസ് ബിക്കം സീറോ ബിഫോർ റീച്ചിങ് അബ്സല്യൂട്ട് സീറോ. എന്നാൽ ചില മെറ്റീരിയൽസിന് അബ്സല്യൂട്ട് സീറോ എത്തുന്നതിന് മുമ്പ് തന്നെ റെസിസ്റ്റൻസ് സീറോ ആയിട്ട് മാറുന്നു. ദിസ് ഈസ് കോൾഡ് സൂപ്പർ കണ്ടക്ടിവിറ്റി. അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? സീറോ ആയി മാറും. ഇനി കളർ കോഡ് ഓഫ് കാർബൺ റെസിസ്റ്റേഴ്സ്. നമ്മൾ സാധാരണ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉള്ളിലൊക്കെ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് കളർ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ എത്ര റെസിസ്റ്റൻസ് ആണെന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ റെസിസ്റ്ററിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? റിങ്സ് ഉണ്ടാവും. ആ റിങ്സിലെ ആദ്യത്തെ 2 റിങ്ങുകൾ ആദ്യത്തെ 2 ഡിജിറ്റുകളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് 2 റിങ്സ് റെപ്രസെൻറ്റ്സ് ഫസ്റ്റ് 2 ഡിജിറ്റ്സ്. തേർഡ് റിങ് റെപ്രസെൻറ്റ്സ് പവർ ഓഫ് 10. മൂന്നാമത്തെ റിങ് പവർ ഓഫ് 10, അതായത് 10 റേസ്ഡ് എത്രയാണെന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർത്ത് റിങ് റെപ്രസെൻറ്റ്സ് ടോളറൻസ്. നാലാമത്തെ റിങ് ടോളറൻസ് ആണ്, അതായത് എത്ര പെർസെൻറ്റേജ് വരെ പ്ലസ് ഓർ മൈനസ് എത്ര പെർസെൻറ്റേജ് വരെ ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂടാം അല്ലെങ്കിൽ കുറയാം എന്നുള്ളത്. ചിത്രത്തിൽ ഇതാ ഒരു കാർബൺ റെസിസ്റ്റർ കാണിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ആ റിങ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. 3 റെഡ് റിങ്ങുകളുണ്ട്, പിന്നെ ഒരു സിൽവർ റിങ് ഉണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളാണിത്. ഇതിൽ കളർ വരുന്നത് ഇങ്ങനെയാണ്: ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. അതിൻ്റെ നമ്പേഴ്സ് വരുന്നത് 0 മുതൽ 9 വരെ ഓർഡറിൽ. അതുപോലെ തന്നെ പവർ ഓഫ് 10 ആദ്യത്തേത് 1, പിന്നെ 10 റേസ്ഡ് 1, 2, 3 അങ്ങനെ വരുന്നുണ്ട്. ഇനി സിൽവർ കളറാണെങ്കിൽ നമ്മൾ നോക്കുക, ടോളറൻസ് 5. ഗോൾഡ് കളറാണെങ്കിൽ ടോളറൻസ് 5% ആണ്. സിൽവർ കളറാണെങ്കിൽ ടോളറൻസ് 10%.
ഫോർത്ത് റിങ്ങിന് കളറൊന്നും ഇല്ലെങ്കിൽ ടോളറൻസ് 20% ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള റെഡ് സിൽവർ എത്രയായിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ് നോക്കാം. ആദ്യത്തെ രണ്ട് റെഡുകൾ ഫസ്റ്റ് 2 ഡിജിറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. റെഡിന്റെ നമ്പർ നിങ്ങൾ നോക്കിയാൽ അറിയാം 2 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 ഡിജിറ്റ് പറഞ്ഞാൽ 2 അതായത് 22. ഇനി തേർഡ് റിങ് പവർ ഓഫ് 10നെ റെപ്രസെന്റ് ചെയ്യുന്നു. അത് റെഡ് തന്നെ ആയതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലയർ ഏതാണ് 10⁻²2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 22 × 10⁻²2. ഇനി പ്ലസ് ഓ മൈനസ് സിൽവറിന്റെ എത്ര വരുന്നത് 10% ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി 22 × 10⁻² പ്ലസ് ഓ മൈനസ് 10%. അത്രയും ഓമാണ് നമുക്ക് ഈ കളർ കോഡ് വെച്ചിട്ട് ഈ ചിത്രത്തിലുള്ള ഈ ഫിഗറിലുള്ള റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് വന്നത്. വാട്ട് ഈസ് EMF? E എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. EMF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എൻഡ്സ് ഓഫ് എ സെൽ ഇൻ എൻ ഓപ്പൺ സർക്യൂട്ട്. ഒരു സെല്ലിന്റെ ഓപ്പൺ സർക്യൂട്ടിൽ അതിന്റെ ആ ടെർമിനൽസിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് EMF. അതായത് സെല്ലിൽ നിന്ന് കറണ്ട് എടുക്കാത്ത സമയത്ത് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എൻഡ്സ് ഓഫ് എ സെൽ ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. അതായത് സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിന്റെ എൻഡ്സിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ? R എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് സ്മോൾ r ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇലക്ട്രോലൈറ്റ് ഓഫ് എ സെൽ. ഒരു സെല്ലിനകത്തുള്ള ഇലക്ട്രോലൈറ്റ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇവിടെ നമ്മളെ ഫിഗറിൽ ക്യാപിറ്റൽ E എന്ന് പറയുന്ന ഒരു സെല്ലാണ്. അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് സ്മോൾ r. അതിനെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I ആണ്. ക്യാപിറ്റൽ ആറിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആണ് V. ആ V കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോർമുല അറിയാം. V = R × I ആണ് നമ്മൾ ഓംസ് ലോ പ്രകാരം. അപ്പോൾ V = I × R. ഐക്ക് പകരം I എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ EMF ആണ്, അത് E ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് R + R. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? V = E/R + R × ക്യാപിറ്റൽ R. ഇതിനെ നമുക്ക് V × R + R = ER എന്ന് എഴുതാം. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് VR = ER. ഇനി VR-നെ ഒരു സൈഡിലേക്ക് നിർത്തുമ്പോൾ നമുക്ക് ER - VR കിട്ടി. രണ്ടൊന്നും കോമൺ ആയിട്ട് R എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ E - V കിട്ടി. ഇനി സ്മോൾ ആറിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് E - V/V × R. ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. R = E/V - V/V ആണ്. V/Vയുടെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? E/V - 1 × ക്യാപിറ്റൽ R. ഇതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് കാണാനുള്ള ജനറൽ ഫോർമുല. R = E/V - 1 × ക്യാപിറ്റൽ R. ഇനി സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസുകളെ നമ്മൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ നോക്കാം. 3 റെസിസ്റ്റൻസ് R1, R2, R3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ടു എ പൊട്ടൻഷ്യൽ V. ഇതിൽ R1-ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V1 ആണ്. R2-ന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V2, R3-ക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V3 ആണ്. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ V ആണ്. അത് V1, V2, V3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വി ക്യാൻ റൈറ്റ് V = V1 + V2 + V3. V എന്ന് പറഞ്ഞ ഓംസ് ലോ പ്രകാരം നമുക്കറിയാം IR ആണ്. V1 എന്ന് പറയുന്നത് IR1 ആണ്. V2 എന്ന് പറയുന്നത് IR2 ആണ്. V3 എന്ന് പറയുന്നത് IR3 ആണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കറണ്ട് എല്ലാറ്റിലും സെയിം ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് IR = IR1 + IR2 + IR3. എല്ലാറ്റിനും I കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? R = R1 + R2 + R3. ഇനി N റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ R' = N × R. പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് നോക്കാം. 3 റെസിസ്റ്റേഴ്സ് R1, R2, R3 പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ടു എ പൊട്ടൻഷ്യൽ V.
ഇവിടെ കറണ്ട് ടോട്ടൽ കറണ്ട് ഐ ആണ്. R1 പാസ് ചെയ്യുന്ന കറണ്ട് I1, R2 പാസ് ചെയ്യുന്ന കറണ്ട് I2, R3 പാസ് ചെയ്യുന്ന കറണ്ട് I3. അപ്പോൾ ടോട്ടൽ കറണ്ട് ഐനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, I1, I2, I3. സോ വി ക്യാൻ റൈറ്റ് I is equal to I1 plus I2 plus I3. I എന്ന് പറഞ്ഞാൽ V by R ആണ്. I1 V by R1, I2 V2 V by R2, I3 V by R3. ഇവിടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വോൾട്ടേജ് ആയിരിക്കും സെയിം. സോ വി ക്യാൻ റൈറ്റ് V by R is equal to V by R1 plus V by R2 plus V by R3. എല്ലാറ്റിനും V പോയി കഴിഞ്ഞാൽ 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. ഇനി n റെസിസ്റ്റേഴ്സ് ആണുള്ളത് വെച്ചെങ്കിൽ നമുക്ക് R ഡാഷ് കാണാനുള്ള ഫോർമുല R ഡാഷ് is equal to R by n ആണ്. ക്രിച്ച്ഹോഫ്സ് ലോസ്. ഫസ്റ്റ് ലോ നോക്കാം. ക്രിച്ച്ഹോഫ്സിന്റെ ഫസ്റ്റ് ലോനെ നമുക്ക് കറണ്ട് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നു. ആൾജിബ്രിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ആൾജിബ്രിക് സം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ ഫിഗറിൽ നമുക്ക് കാണാം, പിന്നെ റെഡ് കളറിലുള്ളതൊക്കെ ഔട്ട്വേർഡ് കറണ്ടാണ്. അതുപോലെ തന്നെ ഗ്രീൻ വരുന്നത് ഇൻവേർഡ് കറണ്ടാണ്. ഇൻവേർഡ് കറണ്ടിനെ നമുക്ക് പോസിറ്റീവായിട്ട് കൊടുക്കാം, ഔട്ട്വേർഡ് കറണ്ട് നമുക്ക് നെഗറ്റീവായിട്ട് കൊടുക്കാം. സോ വി ക്യാൻ റൈറ്റ് ആ ജംഗ്ഷൻ ലോയിൽ വരുന്ന ടോട്ടൽ കറണ്ട് 0 ആയിരിക്കും. അതായത് I1 മൈനസ് I2 മൈനസ് I3 പ്ലസ് I4 മൈനസ് I5 ഇസ് ഈക്വൽ ടു 0. സെക്കൻഡ് ലോ നോക്കാം. ക്രിച്ച്ഹോഫ്സിന്റെ അതിനെ വോൾട്ടേജ് ലോ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ എന്ന് വിളിക്കുന്നുണ്ട്. ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് ആൾജിബ്രിക് സം ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ EMF. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ആൾജിബ്രിക് സം ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതായത് കറണ്ടിന്റെയും റെസിസ്റ്റന്റിന്റെയും പ്രൊഡക്റ്റിന്റെ ആൾജിബ്രിക് സമ്മ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈക്വൽ ടു ടോട്ടൽ EMF. അപ്പോൾ ഇവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു. അത് I1 ആണ് R1 പാസ് ചെയ്യുന്ന കറണ്ട്, അതുപോലെ തന്നെ I2 ആണ് R2 പാസ് ചെയ്യുന്ന കറണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ EMF എന്ന് പറയുന്നത് V1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? പിന്നെ പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് I1 R1 അതുപോലെ തന്നെ I2 R2, അത് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് രണ്ടും കൂടി സം ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് I1 R1 plus I2 R2 is equal to V1.